എമ്പുരാന്റെ ടൈറ്റിൽ പോസ്റ്റർ ഇറങ്ങിയപ്പോൾ അതിന്റെ ഡോട്ടും റെഡ് കളറിലുള്ള A.A എന്ന അക്ഷരങ്ങളും നമ്മൾ ഒരുപാട് ഡീകോഡ് ചെയ്തിരുന്നു. അതിലെ ഏറ്റവും വലിയ വാദം A.A എന്നത് ഇലുമിനാറ്റി സീക്രട്ട് ഗ്രൂപ്പ് ആണെന്നതും അല്ലെങ്കിൽ ബ്രിട്ടീഷ് ഒക്കലിസ്റ്റ് ആയ അലിസ്റ്റർ കോളിയുടെ A.A ബന്ധമുള്ളതാണും എന്നാണ് ഇന്റർനെറ്റിലെ ഭൂരിപക്ഷം മലയാളികളും പറയുന്നത്. അങ്ങനെ ഒരു വാദം റോങ് ആണെന്നത് അതിന്റെ ടീസർ കണ്ടപ്പോൾ മനസ്സിലായി. എമ്പുരാന്റെ തീമിനെ അലിസ്റ്റർ ക്രോളിയുടെ A.A ബന്ധപ്പെടുത്തുന്നത് മുരളി ഗോപിയുടെയും പൃഥ്വിരാജിന്റെയും ഇന്റലക്ച്വൽ കപ്പാസിറ്റി കൊച്ചാക്കുന്നത് പോലെയാണ് തോന്നിയത്. എന്താണ് നമുക്ക് സിമ്പിളായ കാര്യങ്ങൾ പോലും ഇത്ര കോംപ്ലക്സ് ആയ രീതിയിൽ ചിന്തിക്കുന്നത്? എമ്പുരാൻ എന്നത് രാജാവിന് മേലെയാണ്, പക്ഷെ ദൈവത്തിന് താഴെയാണ്. അത് സ്വർഗരാജ്യത്തിൽ നിന്ന് പുറത്താക്കപ്പെട്ട ലൂസിഫർ, അല്ലാതെ ഒരു ഇല്ലുമിനാറ്റി ഗ്രൂപ്പ് ഒന്നുമല്ല. എല്ലാ ദൈവങ്ങൾക്കും ദൈവിക ഗുണങ്ങളും പേരുകളും ടൈറ്റിൽസും ഉണ്ടാകും. ഇസ്ലാമിൽ അള്ളാഹുവിന് 99 പേരുകൾ ഉള്ളതുപോലെ ഹിന്ദുയിസത്തിൽ ലോർഡ് ശിവയ്ക്കും 1008 പേരുകളും ഉണ്ട്. അതെല്ലാം പോസിറ്റീവ് ഗുണങ്ങളാണ്. എന്നാൽ എമ്പുരാനിൽ എല്ലാ തിന്മകളുടെയും പ്രതീകമായ ലൂസിഫറിന് നിരവധി സ്വഭാവ സവിശേഷതകളാണുള്ളത്. എമ്പുരാനിലെ ആദ്യത്തെ അക്ഷരം ഇ ആണ്. ലൂസിഫറുമായി ബന്ധപ്പെട്ട് ഇംഗ്ലീഷിലെ പല പല വേർഡ്സിനും സാധ്യതകളുണ്ട്. നെഗറ്റീവായി പറയുകയാണെങ്കിൽ ഒന്നാമത് ഈവൽ. ദൈവത്തെ അട്ടിമറിക്കാൻ ശ്രമിച്ച ലൂസിഫർ തിന്മയുടെ മൂർത്തിഭാവമായിട്ടാണ് അറിയപ്പെടുന്നത്. അതുകൊണ്ട് ഈവലിന് സാധ്യതയുണ്ട്. പിന്നെ ടീസറിൽ ഒരു ഷോർട്ടിലും ഇത് കാണിക്കുന്നുമുണ്ട്. രണ്ടാമത് എനിമി. ദൈവഹിതത്തെ നിരന്തരം എതിർക്കുകയും ആളുകളെ വഴിതെറ്റിക്കാൻ ശ്രമിക്കുകയും ചെയ്യുന്ന ദൈവത്തിന്റെയും മനുഷ്യത്വത്തിന്റെയും പൊതുശത്രുവായി ലൂസിഫറിനെ വിശേഷിപ്പിക്കുന്നുണ്ട്. എൻലൈറ്റൻഡ്. ലൂസിഫർ സ്വയം കരുതുന്നത് എൻലൈറ്റൻഡ് ആയിട്ടാണ്. ഏദൻ തോട്ടത്തിൽ ആദാമിനും ഹവ്വയ്ക്കും അറിവിന്റെ ഫലം വാഗ്ദാനം ചെയ്തുകൊണ്ട് മനുഷ്യരാശിക്ക് അറിവെത്തിക്കുന്നത് വഴി മനുഷ്യരാശിയെ മൊത്തം എൻലൈറ്റൻ ചെയ്തു എന്ന് ലൂസിഫർ വിശ്വസിക്കുന്നുണ്ട്. സ്വർഗത്തിൽ നിന്ന് പുറത്താക്കപ്പെട്ടവൻ എന്ന മീനിങ്ങിൽ എക്സൈൽഡ്. ദൈവത്തിന് ഒപ്പമാണ് താൻ എന്ന് വിശ്വസിക്കുന്നു എന്ന മീനിങ് ഉള്ള എറ്റേണൽ. എമ്പുരാൻ എന്ന അർത്ഥമുള്ള എംപറർ. നെഗറ്റീവായി വിചാരിച്ചാൽ ഈവിലിനാണ് കൂടുതൽ സാധ്യത. പോസിറ്റീവായി വിചാരിച്ചാൽ എറ്റേണലിനാണ് കൂടുതൽ സാധ്യത. എമ്പുരാനിലെ രണ്ടാമത്തെ അക്ഷരം എം ആണ്. ഭൂമിയിലെ കറുത്ത ശക്തികളുടെയും ദുഷ്ടജീവികളുടെയും നേതാവെന്ന് വിശേഷിപ്പിക്കാൻ മാസ്റ്റർ ഓഫ് ദി ഡാർക്ക്നെസ് എന്നാണ് ലൂസിഫറിനെ അറിയപ്പെടുന്നത്. ഇതിലെ മാസ്റ്റർ എന്ന വാക്കിന് ഒരു സാധ്യതയുണ്ട്. പഴയ നിയമത്തിലെ മോർണിംഗ് സ്റ്റാർ എന്നാണ് ലൂസിഫറിനെ വിളിച്ചിരുന്നത്. അതിരാവിലെ ഭൂമിയിൽ നിന്ന് കാണാവുന്ന പ്ലാനറ്റ് വീനസ് എന്ന അർത്ഥവും ഇതിനുണ്ട്. അതുകൊണ്ട് തന്നെ ബൈബിളിൽ പറയുന്ന മോർണിംഗ് സ്റ്റാർ ആയിരിക്കാം രണ്ടാമത്തെ അക്ഷരം. എമ്പുരാനിലെ മൂന്നാമത്തെ അക്ഷരം പി ആണ്. ലൂസിഫറിനെ സ്വർഗത്തിൽ നിന്ന് പതനത്തിലേക്ക് നയിച്ചതിന്റെ പ്രധാന കാരണം ലൂസിഫറിന്റെ പ്രൈഡാണ്. അവൻ ദൈവത്തിന് മുകളിൽ ഉയരാൻ ശ്രമിച്ചത് മൂലം സ്വർഗത്തിൽ നിന്ന് പുറത്തായി. അതുകൊണ്ട് തന്നെ പ്രൈഡ് ആയിരിക്കാം മൂന്നാമത്തെ അക്ഷരം. എമ്പുരാനിലെ നാലാമത്തെ അക്ഷരം യു ആണ്. ദൈവത്തെ നമ്മൾ അറിയുന്നത് വിശുദ്ധിയായിട്ടാണ്. അതിന് കാരണം മനുഷ്യന്റെ ലിമിറ്റേഷൻസ്, ഇംപെർഫെക്ഷൻസും പാപങ്ങളും ഒന്നും ദൈവത്തിനില്ല. ദൈവത്തിന്റെ സുപ്രീം അതോറിറ്റി സ്വീകരിക്കാനുള്ള ലൂസിഫറിന്റെ വിസമ്മതം അവന് അശുദ്ധൻ എന്ന അർത്ഥമുള്ള അൺഹോളി. അതുകൊണ്ട് അൺഹോളിനെസ് ആണ് നാലാമത്തെ അക്ഷരം. എമ്പുരാന്റെ അഞ്ചാമത്തെ അക്ഷരം ആർ ആണ്. ദൈവത്തിന്റെ അധികാരത്തെ ധിക്കരിക്കുകയും ദൈവഹിതത്തെ എതിർക്കുകയും ചെയ്തതിനാലാണ് ലൂസിഫറിനെ ഒരു റെബൽ എന്ന് വിളിക്കുന്നത്. ലൂസിഫറിനെ റൂളർ എന്ന് വിളിക്കുന്നത് പ്രധാനമായിട്ടും സ്വർഗത്തിൽ നിന്നുള്ള പതനത്തിന് ശേഷം നരകത്തിന്റെ നേതാവും ഭരണാധികാരിയും എന്ന നിലയിൽ ലൂസിഫറിന്റെ പങ്കാണ് അങ്ങനെ വിളിക്കാൻ കാരണം. വിശ്വാസികളുടെ ഭാഗത്തു നിന്ന് ചിന്തിച്ചാൽ റൂളർ ഓഫ് ഹെൽ എന്നും അവിശ്വാസികളുടെ ഭാഗത്തു നിന്ന് ചിന്തിച്ചാൽ റെബൽ ആണെന്നും പറയേണ്ടി വരും. അതുകൊണ്ട് റൂളറാണ് അഞ്ചാമത്തെ അക്ഷരം. എമ്പുരാനിലെ ആറാമത്തെയും ഏഴാമത്തെയും ലെറ്റേഴ്സ് ആണ് A.A. ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യപ്പെട്ടതും ഈ ലെറ്റേഴ്സ് ആണ്. ഇന്റർനെറ്റിലെ ഏറ്റവും വലിയ വാദം ഇത് അലിസ്റ്റർ ക്രോളി എന്ന വ്യക്തിയുടെ റിലീജിയൻ ഓഫ് ടെലിമയുടെ A.A എന്ന സിംബൽ ആണ് എന്നുള്ള വാദമാണ്. അത് മുരളി ഗോപിയുടെയും പൃഥ്വിരാജിന്റെയും ഇന്റലക്ച്വൽ കപ്പാസിറ്റി കുറച്ച് കാണിക്കുന്നത് പോലെയാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. കുറച്ചു പേർക്ക് മാത്രം അറിയുന്ന ഇല്ലുമിനാറ്റിയും നമ്മളാരും കേൾക്കാത്ത അലിസ്റ്റർ ക്രോളിയും വെച്ചാണോ പൃഥ്വിരാജും മുരളി ഗോപിയും ആശീർവാദ് സിനിമാസ് 100-150 കോടിയും മുടക്കുന്നത്? ഇതിലെ ക്യാരക്ടർ നമ്മൾ ചെറുപ്പത്തിലെ തൊട്ട് കേൾക്കുന്ന പഴയ നിയമത്തിലെ ലൂസിഫർ എന്ന, സാത്താൻ എന്ന, ഇബ്ലീസ് എന്ന, മഹാരാവണൻ എന്ന ക്യാരക്ടറാണ്, അല്ലാതെ ഇലുമിനാറ്റി ഒന്നുമല്ല. ഇതിലെ A.A എന്നത് ലൂസിഫറുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ളതാണ്. ദൈവത്തിന്റെ സ്വർഗരാജ്യത്തിലെ ഏറ്റവും പെർഫെക്റ്റ് സൃഷ്ടിയാണ് ആർക്ക് ഏഞ്ചൽ എന്ന ലൂസിഫർ. ഒന്നുകൂടി ശ്രദ്ധിക്കുക, ആർക്കിന്റെ എയും ഏഞ്ചലിന്റെ എയും, ഈ രണ്ട് എ ചേർന്നിട്ടുള്ള A.A ആണ് ടൈറ്റിലുള്ളത് എന്നതിന് കൂടുതൽ സാധ്യതയുള്ളത്. ആർച്ച് ഏഞ്ചൽ എന്നത് ദൈവത്തിന് തൊട്ട് താഴെയുള്ള ആളാണ്. പിന്നെ എന്തുകൊണ്ടാണ് ആ A.A മാത്രം റെഡ് കളർ ആയത്? ദൈവത്തെ എതിർത്തത് മൂലം ആർക്ക് ഏഞ്ചൽ എന്ന ലൂസിഫർ സ്വർഗത്തിൽ നിന്ന് പുറത്താക്കപ്പെടുകയും ഫാളൻ ഏഞ്ചൽ എന്ന അർത്ഥം വരുന്ന ശപിക്കപ്പെട്ട സാത്താനായി മാറിയതും. വിശുദ്ധിയുടെ പര്യായമായ ആർക്ക് ഏഞ്ചൽ സാത്താനായി മാറിയതോടുകൂടി A.A ലെറ്ററിന് ബ്ലഡിന്റെ കളറായ റെഡ് വരുന്നത്. ഇതിൽ നിന്ന് വ്യത്യസ്തമായിട്ട് ഡിഫറെന്റ് ഒപ്പീനിയൻ ഉണ്ടെങ്കിൽ കമന്റ് ചെയ്യുക. ഇതിൽ 8ാമത്തെ അക്ഷരമാണ് N. അത് നമുക്കും ഇതുവരെ കിട്ടിയിട്ടില്ല. നിങ്ങൾക്ക് അറിയാമെങ്കിൽ കമന്റ് ചെയ്യുക.